ദുഃഖകരമായിട്ടുള്ള സംഭവമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഈ മരിച്ച കുട്ടിയും അവരുടെ കുടുംബവും ഇവിടെ വാടകയ്ക്കാണ് താമസിക്കുന്നത്. നമ്മുടെ നേമത്ത് കരയ്ക്കാവുണ്ടാവും നേമത്ത് വാടകയ്ക്കാണ് താമസിക്കുന്നത്. അപ്പോൾ നാട്ടുകാരായിട്ടൊന്നും അങ്ങനെ വലിയ ബന്ധമൊന്നും ഇവർക്കില്ല. എന്നെ ചുറ്റും ഇരിക്കുന്നതെല്ലാം ഇവിടുത്തെ നാട്ടുകാരാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ മരിച്ച കുട്ടി ഗർഭിണിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അംഗനവാടി ടീച്ചർമാരും പിന്നെ ആശാ വർക്കേഴ്സും ഒക്കെ നിരന്തരമായി ഈ വീട്ടിൽ വരാറുണ്ടായിരുന്നു. പക്ഷെ അവരുടെ ഉപദേശമൊന്നും കേൾക്കുന്നതിന് വേണ്ടി അവർ തയ്യാറായില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. അപ്പോൾ ഇവരുടെ ഈ മരിച്ച സ്ത്രീയുടെ പിന്നെ ഭർത്താവിന്റെ ആദ്യ ഭാര്യയിലുള്ള ഒരു മോളാണ് അക്യൂപഞ്ചർ പഠിച്ചിട്ടുള്ള കുട്ടി. അപ്പോൾ ആ കുട്ടിയുടെ നേതൃത്വത്തിലാണ് ഈ 4ാമത്തെ പ്രസവം എടുക്കുന്നതിന് വേണ്ടി ഈ അക്യൂപഞ്ചർ പരീക്ഷിച്ചത് എന്നാണ് നാട്ടുകാരെല്ലാവരും ഇവിടെ നിന്നിപ്പോൾ അവരെല്ലാവരും പറയുന്നത്. ആരോഗ്യ പ്രവർത്തകർ പോലീസിനെ വിവരം അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പോലീസ് ചികിത്സയ്ക്കായിട്ട് ഇല്ല. പോലീസിന്റെ ഭാഗത്ത് ആരോഗ്യ പ്രവർത്തകർ പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ തന്നെ സാധാരണഗതിയിൽ ഇതൊരു കുറെ ആൾക്കാരുടെ ഒരു തെറ്റായ വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. ഇങ്ങനെ കുറെ ആൾക്കാർ ഇവിടെ നാട്ടുകാർ പറഞ്ഞ പോലെ തന്നെ പല സ്ഥലത്തും ജീവിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ചില ആൾക്കാർക്ക് മരുന്ന് കഴിക്കില്ല, ഡോക്ടർമാരെ കാണില്ല, ഡോക്ടർ ഉപദേശം തേടില്ല, അവർ സ്വയം ചികിത്സിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന രീതി ആണ് ഉള്ളത്. ചില സ്ഥലങ്ങളിൽ പ്രാർത്ഥിച്ച് രോഗം ഭേദമാക്കാമെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. ഏതെങ്കിലും ഒരു മതത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തിൽ വിശ്വസിക്കുന്നതിനൊന്നും നമ്മൾ എതിരൊന്നുമല്ല. പക്ഷെ അത് മനുഷ്യനെതിരായിട്ടുള്ള നിലപാട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല. അതാണ് ഇവിടെ ഉണ്ടായത്. ഒരു പഴഞ്ചൻ രീതികൾ പരീക്ഷിക്കുക, അതേപോലെ തന്നെ ഒരിക്കലും നമുക്ക് സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത നിലയിലുള്ള ചികിത്സാ സമ്പ്രദായം കൊണ്ടുവരിക. അതാണിത് ഉണ്ടായിട്ടുള്ളത്. ഇത് സമൂഹം ആകെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ കൂട്ടരെ ഇതിനെയൊക്കെ ചെറുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഇത് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. അതിനൊന്നും രാഷ്ട്രീയവും മറ്റെല്ലാ ചിന്തകളും മാറ്റിവെച്ചുകൊണ്ട് നമുക്ക് ഈ കാര്യത്തിലൊരു നിലപാട് സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതേപോലുള്ള അപകടങ്ങൾ ധാരാളം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇത് വളരെ ദയനീയമായിട്ടുള്ള ഒരു സംഭവമാണല്ലോ ഉണ്ടായിരിക്കുന്നത്. 4ാമത്തെ കുഞ്ഞാണ് മരിച്ചിരിക്കുന്നത്. ഒരു അമ്മയും ഒരു കുഞ്ഞും മരിച്ചിരിക്കുന്നു. തെറ്റായ ഒരു രീതി അവലംബിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും പോലീസ് വളരെ ഗൗരവത്തോടുകൂടി അന്വേഷിക്കുന്നുണ്ട്. ഗവൺമെന്റ് ഇത് വളരെ കഷ്ടമായി തന്നെ കാണുകയാണ്. ഇതിപ്പോൾ പോലീസും മാധ്യമങ്ങളൊക്കെ തന്നെ പുറത്ത് കാര്യം കൊണ്ടുവന്നുകൊണ്ടാണ് ജനങ്ങൾ അറിയുന്നത്. നമ്മളെ സംസ്ഥാനത്ത് ഇതേപോലുള്ള സംഭവങ്ങൾ ധാരാളം ചിലപ്പോൾ ഉണ്ടാവുന്നതുകൊണ്ടായിരിക്കും. കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ഇത്രയും പ്രോഗ്രസീവായിട്ട് ആൾക്കാർ ചിന്തിക്കുകയും പുരോഗമനപരമായിട്ട് മാത്രം കാര്യങ്ങൾ കാണുകയും ചെയ്യുന്ന സംസ്ഥാനത്ത് തന്നെ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നു എന്ന് പറയുമ്പോൾ മറ്റു സംസ്ഥാനങ്ങളുടെ സ്ഥിതി എന്തായിരിക്കും? കേരളം വിട്ടുള്ള സംസ്ഥാനങ്ങളുടെ സ്ഥിതി ഉണ്ടായിരിക്കും. അപ്പോൾ അന്ധവിശ്വാസവും അനാചാരങ്ങളും ഇതേപോലുള്ള രീതികളും നമ്മുടെ മനുഷ്യന്റെ ജീവൻ എടുക്കുമെന്നുള്ള കാര്യത്തിന്റെ തെളിവാണ് ഇപ്പോൾ നമ്മളിവിടെ കണ്ട കാര്യങ്ങൾ. അപ്പം അതുകൊണ്ട് ഗവൺമെന്റ് ഇക്കാര്യത്തിൽ വളരെ കർശനമായ നിലപാട് തന്നെ സ്വീകരിക്കും. അതിനുവേണ്ടിയുള്ള നിർദ്ദേശം ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്. പോലീസ് വളരെ ഗൗരവത്തോടുകൂടി തന്നെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം സംഭവങ്ങൾ മേലിൽ ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ബോധവൽക്കരണം കൂടി നമുക്ക് പൊതുസമൂഹം നടത്തേണ്ടതായിട്ടുണ്ട്.